ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ രണ്ടാമത്തെ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ രണ്ടാമത്തെ സാമ്രാജ്യമാണ് ബാബിലോണിയൻ സംസ്കാരം അല്ലെങ്കിൽ അക്കാഡിയൻ സംസ്കാരം. അതായത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് നമ്മൾ മെസോപ്പൊട്ടോമിയയെ വിളിച്ചത്. ഏതൊക്കെ നദിയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഏതൊക്കെ നദീതീരത്തുള്ള പ്രദേശങ്ങളാണ്? യുഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമായിരുന്നു മെസോപ്പൊട്ടോമിയ. അതിൽ ടൈഗ്രീസ് നദിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടായിട്ടുള്ള പ്രസിദ്ധമായ സാമ്രാജ്യമാണ് ഏത് സാമ്രാജ്യം? ബാബിലോണിയൻ സാമ്രാജ്യം. അതായത് ടൈഗ്രീസ് നദിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടുണ്ടായിട്ടുള്ള സാമ്രാജ്യമാണ് ബാബിലോണിയൻ സാമ്രാജ്യം. ബാബിലോണിയൻ സാമ്രാജ്യത്തെയും ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിലെ ആദ്യ സാമ്രാജ്യമായി വിലയിരുത്താറുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു, സുമേറിയൻ സാമ്രാജ്യത്തെ ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യമായി കണക്കാക്കുമ്പോൾ തന്നെ ചില ചരിത്രകാരന്മാർ ബാബിലോണിയൻ സാമ്രാജ്യത്തെ ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യമായി കണക്കാക്കുന്നു. ബാബിലോണിയയിലെ പ്രസിദ്ധമായ രാജാവായിരുന്നു ഹമ്മുറാബി. ബാബിലോണിയയിലെ പ്രസിദ്ധമായ രാജാവായിരുന്നു ഹമ്മുറാബി. എന്താണ് ഹമ്മുറാബിയുടെ പ്രത്യേകത? ഹമ്മുറാബി ബാബിലോണിയയിൽ കൊണ്ടുവന്ന, അതായത് ഡുങ്കി നമ്മൾ കഴിഞ്ഞ സുമേറിയൻ സംസ്കാരം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഡുങ്കി അതായത് സുമേറിയയിലെ നിയമങ്ങൾ ക്രോഡീകരിച്ച വ്യക്തിയാണ് ഡുങ്കി. ഈ ഡുങ്കിയുടെ നിയമങ്ങൾ 385 നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഡുങ്കിയുടെ 385 നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഹമ്മുറാബി തയ്യാറാക്കിയ നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹമ്മുറാബി നിയമങ്ങൾ. ഡുങ്കിയുടെ 385 നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഹമ്മുറാബി തയ്യാറാക്കിയ നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് ഹമ്മുറാബി നിയമങ്ങൾ. ഇത് ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിതയായി കണക്കാക്കുന്നു. ഹമ്മുറാബി നിയമങ്ങളെ ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിതയായി കണക്കാക്കുന്നു. എന്താണ് ഈ നിയമത്തിന്റെ പ്രത്യേകത? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഹമ്മുറാബിയെ വിളിക്കുന്നു ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബിയെയാണ്. ദൈവത്തിന്റെ കവാടം എന്നാണ് ബാബിലോണിയ എന്ന പദത്തിന്റെ അർത്ഥം. ബാബിലോണിയ എന്ന പദത്തിന്റെ അർത്ഥമാണ് ദൈവത്തിന്റെ കവാടം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ബാബിലോണിയയിലെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു മാൽഡക്ക്. ബാബിലോണിയയിലെ പ്രധാനപ്പെട്ട ദേവനായിരുന്നു മാൽഡക്ക്. ദേവതയായിരുന്നു ഇഷ്താർ. ഇനിയോ, ബാബിലോണിയൻ സാമ്രാജ്യത്തെ പ്രധാനമായും നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ബാബിലോണിയൻ സാമ്രാജ്യത്തെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഉത്തര ബാബിലോണിയ, രണ്ട് ദക്ഷിണ ബാബിലോണിയ. ദക്ഷിണ ബാബിലോണിയ എന്നിങ്ങനെ രണ്ടായിട്ട് ബാബിലോണിയൻ സാമ്രാജ്യത്തെ തരംതിരിക്കുന്നു. അതിൽ ഉത്തര ബാബിലോണിയയുടെ രാജാവായിരുന്നു ഹമ്മുറാബി എങ്കിൽ ദക്ഷിണ ബാബിലോണിയയുടെ ഭരണാധികാരിയായിരുന്നു റിങ്സ്. ഉത്തര ബാബിലോണിയയുടെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി എങ്കിൽ ദക്ഷിണ ബാബിലോണിയയുടെ ഭരണാധികാരിയായിരുന്നു റിങ്സ്. പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കാൻ ഞാൻ ഒന്നും കൂടി പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ മാത്രമാണ്. ഒന്ന്, ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യമായി സുമേറിയൻ സംസ്കാരത്തോടൊപ്പം തന്നെ വിലയിരുത്തുന്ന സംസ്കാരമാണ് ബാബിലോണിയൻ സംസ്കാരം. ടൈഗ്രീസ് നദിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യമായി ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്നുണ്ട്. ഹമ്മുറാബി നിയമങ്ങൾ ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിതയാണ് ഹമ്മുറാബി നിയമങ്ങൾ. എന്താണ് ഹമ്മുറാബി നിയമങ്ങളുടെ പ്രത്യേകത? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിയമങ്ങളായിരുന്നു ഹമ്മുറാബി നിയമങ്ങൾ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർമ്മിക്കുക, ഇന്ത്യയിലെ ആദ്യകാല നിയമസംഹിതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മനുസ്മൃതി. ഇന്ത്യയിലെ ആദ്യകാല നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് മനുസ്മൃതി. ഈ മനുസ്മൃതിയെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യുന്നുണ്ട്. മനുസ്മൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിന്ദു ലോസ് എന്നാണ്. ഏതിന്റെ ഈ മനുസ്മൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിന്ദു ലോസ്. ആ പരിഭാഷ നടത്തിയ വ്യക്തിയുടെ പേരാണ് വില്യം ജോൺസ്. വില്യം ജോൺസിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇൻഡോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം ജോൺസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് മാൽഡക്കാണ്
ബാബിലോണിയയിലെ പ്രധാനപ്പെട്ട ദേവതയാണ് ഇഷ്താർ. ബാബിലോണിയൻ സാമ്രാജ്യത്തെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നുണ്ട്: ഉത്തര ബാബിലോണിയ, ദക്ഷിണ ബാബിലോണിയ. അതിൽ ഉത്തര ബാബിലോണിയയുടെ നേതാവായിരുന്ന അല്ലെങ്കിൽ ഭരണാധികാരിയായിരുന്നു ഹമുറാബി. ദക്ഷിണ ബാബിലോണിയയുടെ ഭരണാധികാരിയായിരുന്നു റിങ്സ്. ബാബിലോണിയയിലെ അല്ലെങ്കിൽ സുമേറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമദാതാവായ നിയമജ്ഞനായ ഡുങ്കിയുടെ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഹമുറാബി നിയമങ്ങൾ തയ്യാറാക്കുന്നത്. അത് 385 നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹമുറാബി നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.